വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. പരിവാർ മൂവി ഞാൻ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ സിനിമയുടെ കഥ, സംവിധാനം ഇത് ചെയ്തിരിക്കുന്നത് ഉത്സവ് രാജീവ് ആൻഡ് ഫഹദ് നന്ദു. ഇവർ രണ്ടുപേരും ചേർന്നാണ് കഥയും അതേപോലെ ഇതിൻ്റെ സംവിധാനവും ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് VS വിശാലാണ്. അപ്പോൾ ഈ സിനിമയിൽ ഇവർ 3 പേരും കൂടി ഒറ്റൊരു സീന് കാരണം ഈ സിനിമയുടെ കഥയ്ക്ക് തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ സീന് കാരണം. അതെന്താണ്, ആ പ്രശ്നം എന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതിനു മുമ്പ് ഈ സിനിമയിലെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ സാമൂഹ്യ പ്രസക്തമായ ഒരു വലിയൊരു മാറ്റർ തന്നെയാണ് ഇവർ ഈ സിനിമയ്ക്ക് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം പല വീടുകളിലും സംഭവിക്കാറുണ്ട്. അതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ വീടുകളിലുമല്ല, ചില വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ മുഴുവനായിട്ടും ഒരു കോമഡി ഫിലിമാണ്. പക്ഷേ കോമഡി മാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഓരോ സീനുകളിലും നമ്മളെ നന്നായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സിനിമയാണ് പരിവാർ. അത് നല്ല രീതിയിൽ തന്നെ ഇവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജഗദീഷ് ഏട്ടൻ, അതേപോലെ അലക്സാണ്ടർ പ്രസാദ്, പിന്നെ ഇന്ദ്രൻ സേട്ടൻ, ഇവർ 3 പേരും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നതാണ്. ഇവരാണ് ഇതിൻ്റെ ഹീറോസ് എന്ന് പറയാം. അപ്പോൾ ഇവരെ കൂടാതെ ഇവരുടെ അനിയനായിട്ടൊരു കഥാപാത്രം വരുന്നുണ്ട്. കക്ഷിക്കൊരു കാമുകിയുണ്ട്. അവരും സീരിയസ് ആയിട്ടും അതേപോലെ കുറച്ചൊക്കെ ചിരിപ്പിക്കുന്നുമുണ്ട്. പിന്നെ അതേപോലെ അലക്സാണ്ടർ പ്രസാദിൻ്റെ ഭാര്യയായിട്ടൊരു കഥാപാത്രം വരുന്നുണ്ട്. അവർ വളരെയധികം ശുണ്ടിക്കാരിയായിട്ട്, അതായത് ഒരു കാന്താരി മുളകായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട് കേട്ടോ. അവർ മറ്റുള്ളവരുടെ അടുത്തൊക്കെ വിനയം, പക്ഷേ ഭർത്താവിൻ്റെ അടുത്ത് ഭയങ്കര ഒരു കാന്താരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്, ചിരിപ്പിക്കുന്നുമുണ്ട്. അതേപോലെ ഇത്തരം കഥാപാത്രങ്ങളെ നമ്മൾ കാണാറുണ്ട്, പല ഭവനങ്ങളിലും കാണാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഥാപാത്രം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അലക്സാണ്ടർ പ്രസാദ് സാധാരണ ഒരു ചെറിയ വേഷങ്ങളൊക്കെയാണ് സിനിമകളിൽ ചെയ്യാറ്. പക്ഷേ അദ്ദേഹം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഹീറോ ആയിട്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജഗദീഷ് ഏട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, അങ്ങേര് അഭിനയിച്ച അങ്ങേയറ്റം ചെയ്തിട്ടുണ്ടാവും. അപ്പം ജഗദീഷ് ഏട്ടൻ, അലക്സാണ്ടർ പ്രസാദ്, ഇന്ദ്രൻസ്, ഇവർ 3 പേരും തന്നെ നമ്മളെ നന്നായി ചിന്തിപ്പിക്കുന്നുമുണ്ട്. അതേപോലെ ഫുള്ളായിട്ട് ഈ സിനിമയിൽ കോമഡിയും ചെയ്യുന്നുണ്ട്. ഇവരെ കൂടാതെ ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞതും തന്നെ ഒരു ചെറിയച്ഛൻ സിനിമയിലേക്ക് എൻ്റർ ആകുന്നുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം സിനിമയ്ക്ക് ഒന്നുകൂടി ചൂട് പിടിക്കുകയാണ്. ഒരു അപ്പൂപ്പനാണ് അദ്ദേഹം റിയലായിട്ട്. അദ്ദേഹം നന്നായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അതിന് നമുക്കൊരു അങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വളരെ സീരിയസ് ആണ്, പക്ഷെ ചെയ്യുന്നതൊക്കെ കോമഡിയാണ്. ആ കഥാപാത്രം എനിക്ക് നന്നായിട്ട് ഈ സിനിമയിൽ, ആ അപ്പൂപ്പനെ എനിക്ക് ഈ സിനിമയിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ അങ്ങേര് ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ ഈ ജ്യോത്സ്യനായിട്ടും കവടി നിരത്തിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തലയാട്ടി വളരെ സീരിയസ് ആയിട്ട് കാണിക്കുന്ന പോലെയൊക്കെ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ തുടക്കം മുതൽ ഒരു പ്രസക്തമായ വിഷയത്തെ എടുത്തുകൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആദ്യ ഭാഗമൊക്കെ വളരെ എന്താ പറയുക, മോശമായ കാര്യങ്ങളിലൂടെയാണ് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് മൈനസ് പോയിന്റുകളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവസാനം എത്തുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ ഒരു ഗുണപാഠം എന്ന നിലയ്ക്കാണ് സിനിമ ചെന്നെത്തുന്നത്. മാതൃകാപരമായിട്ടാണ് അവസാനം ഇതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അത് നന്നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഗുണപാഠം എന്ന ലെവലിൽ ഈ സിനിമയെ എത്തിച്ചത് വളരെ നന്നായിട്ട് തന്നെ ഉത്സവ് രാജീവും അതേപോലെ ഫഹദ് നന്ദുവും കൂടി ആ കഥ അതുപോലെ ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. VS വിശാൽ അതുവരെയുള്ള എഡിറ്റിംഗ് ഒക്കെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സീന് കഴിഞ്ഞതും തന്നെ ഞാൻ വിചാരിച്ചു ഈ സിനിമ ഗംഭീര സിനിമയാണെന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ അപ്പോഴും ആ ഒരു മാതൃകാപരമായ അവസ്ഥ എത്തിയതിന് ശേഷം ഈ സിനിമയിലെ ആ പ്രധാനപ്പെട്ട വിഷയത്തിന് അപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അതെന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്താണ്, സിനിമ കഴിഞ്ഞല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ പേരിട്ടതിന് ശേഷം അടുത്തതായിട്ട് ഒരു സീന് വന്നു. ആ സീന് സത്യം പറഞ്ഞാൽ ഈ 3 പേർക്കും, VS വിശാലിനും അതേപോലെ ഫഹദ് നന്ദുവിനും ഉത്സവ് രാജീവിനും ചേർന്നിട്ട് ആ സീന് തന്നെ വേണ്ടാന്ന് വെക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്തിനാ അങ്ങനെ ഒരു സീന് വെച്ചത്?
ആ ഒരു വിഷയത്തിന് ഓക്കെ അത് അവസാനം എന്തായെന്ന് കാണിക്കണം, ഓക്കെ. അതിന് പോയിട്ട് അവസാനം എത്തുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുക? അപ്പോൾ അവസാനത്ത് ഒരു കഥാപാത്രം ഈ സിനിമയിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടതോടെ സിനിമയുടെ കഥ മൊത്തം കുളമാക്കിയ പോലെയായി. കാരണം വീണ്ടും ദുർമാതൃകയായ പോലെയായി, ഒന്നിന്ന് തുടങ്ങുന്ന പോലെ ആയിപ്പോയി. എന്താ ഈ ഇപ്പോൾ വരുന്ന സിനിമകളിൽ, കുറേ സിനിമകളിൽ നല്ല രീതിയിൽ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും, എന്നിട്ട് അവസാനം എത്തുമ്പോൾ ക്ലൈമാക്സ് ഒലക്ക പോലെ ആക്കി കളയും. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ അത്. ആ ഒരു സീൻ ഇല്ലെങ്കിൽ ഈ സിനിമ ഗംഭീര സിനിമയാണ്. പക്ഷേ അവസാനം ഇവർ ചിരിപ്പിക്കാൻ എന്ന രീതിയിലാണ് ആ സീനിനെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അങ്ങനെ വേണ്ടായിരുന്നു. ആ കഥാപാത്രം, വരുന്ന കഥാപാത്രം തന്നെ ആ ഒരു വിഷയത്തെ മാതൃകാപരമായിട്ട് കാണിക്കാമായിരുന്നു. അപ്പോൾ ഈ സിനിമ പൂർണ്ണമാണ്. പക്ഷേ അതല്ലാതെ അവസാനം കൊണ്ടുപോയിട്ട് ഒരു ആവശ്യമില്ലാതെ ഒരു സീനാക്കി അത് വെച്ച് കളഞ്ഞു. കുറച്ച് സമയമേ ഉള്ളൂ, അധിക സമയമൊന്നും ആ സീനില്ല. അത് വെച്ചതോടെ ആ സിനിമയുടെ ഒരു വീര്യം തന്നെ പോയി, അതിൻ്റെ ഒരു പ്രസക്തി തന്നെ പോയി. അങ്ങനെ വേണ്ടായിരുന്നു. ആ ഗുണപാഠത്തിലെത്തിയിട്ട് വീണ്ടും അത് കാണിക്കുമ്പോൾ ഒരു ഗുണപാഠം കൂടി എന്ന നിലയ്ക്ക് അതിനെ എത്തിച്ചിരുന്നെങ്കിൽ ഗംഭീരമാകുമായിരുന്നു. അല്ലെങ്കിൽ വേറെ രീതിയിൽ അതൊരു കോമഡി ആക്കിയാൽ മതിയായിരുന്നു. ഈ രീതിയിൽ വേണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയെ വീണ്ടും കൊണ്ടുപോയിട്ട് ആ സീന് മാത്രം VS വിശാൽ വീണ്ടും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നല്ല രീതിയിലായി എന്ന് തോന്നുന്നു. ആ ഒരു വിഷയം എന്തായെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ അവസാനിച്ചല്ലോ എന്നൊരു തൃപ്തി പ്രേക്ഷകന് ലഭിക്കും. ഇത് പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ ഒരു ഇറിറ്റേഷനാണ് വരിക. ഇവരെന്താ അവസാനം കൊണ്ടുപോയിട്ട് കല ഉടച്ചതെന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഈ ഒരു സീന് കാരണം ഒരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ആ ഒരു സീൻ ഇല്ലെങ്കിൽ ഈ സിനിമ ഗംഭീര സിനിമയുമാണ്. കാരണം നല്ല പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ഇതിൽ ഒരു കിടപ്പിൽ തന്നെ ഉള്ളൊരു കഥാപാത്രം ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങേര് നന്നായി അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും അങ്ങേര് കിടപ്പിലാണെന്ന് തന്നെ തോന്നിപ്പോവും. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിനിമയുടെ കഥയിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒറ്റൊരു സീന് കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ആവറേജ് മൂവിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.